ടേക്ക് ഓഫിന് പിന്നാലെ അമേരിക്കയുടെ സ്ട്രാറ്റജിക് ബോംബർ വിമാനം തകർന്നു വീണു. അമേരിക്കൻ വ്യോമസേനയുടെ സബ്സോണിക് ശേഷിയുള്ള B-52 സ്ട്രാറ്റോഫോർട്രസ് ബോംബർ വിമാനമാണ് കാലിഫോർണിയയിലെ എഡ്വേർഡ് വ്യോമസേന താവളത്തിൽ നിന്നും പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തകർന്നു വീണത്. അപകടം നടന്നയുടൻ തന്നെ അടിയന്തര രക്ഷാപ്രവർത്തക സംഘം സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നതായും നിലവിൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളും പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിരാവിലെ എഡ്വേർഡ്സ് വ്യോമസേന താവളത്തിൽ നിന്ന് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെയാണ് ഈ മസിൽ പവർ വിമാനം നിലം പതിച്ചത്. ലോസ് ഏഞ്ചൽസിന് വടക്കുകിഴക്കുള്ള പടിഞ്ഞാറൻ മെജാവെ മരുഭൂമിയിലെ ആകാശത്ത് കണ്ടത് പുകയുന്ന കരിഞ്ഞ അടയാളങ്ങളുടെ ഭീകര ദൃശ്യമായിരുന്നു. അപകടം നടന്നയുടൻ തന്നെ അടിയന്തര രക്ഷാപ്രവർത്തക സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളും ഊർജിതമാക്കിയെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ്. സാധാരണ 5 ക്രൂ അംഗങ്ങളാണ് B-52 ഉണ്ടാകാറുള്ളത് എന്നത് അപകടത്തിന്റെ വ്യാപ്തിയും ഞെട്ടലും വർദ്ധിപ്പിക്കുന്നു. 1955 മുതൽ അമേരിക്കൻ വ്യോമസേനയുടെ തലവര മാറ്റിയെഴുതിയ യുദ്ധക്കളത്തിലെ ഈ സൂപ്പർ സ്റ്റാർ വെറുമൊരു വിമാനമല്ല. ബോയിങ് കമ്പനി നിർമ്മിച്ച B-52 സ്ട്രാറ്റോഫോർട്രസ് ദീർഘദൂര ആക്രമണങ്ങൾക്കും കനത്ത പ്രഹരശേഷിയുള്ള യുദ്ധമുറകൾക്കുമായി രൂപകൽപ്പന ചെയ്ത ഒരു തന്ത്രപ്രധാന യുദ്ധവിമാനമാണ്. ഏകദേശം 70,000 പൗണ്ട് ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഇത് അമേരിക്കയുടെ വ്യോമശക്തിയുടെ വജ്രായുധമായി ദശാബ്ദങ്ങളോളം നിലകൊണ്ടു. അടുത്തിടെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങളിൽ പോലും B-52ന്റെ സാന്നിധ്യം അതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു.